ഗൈസ്, ഒരു പറശ്ശിനിക്കടവ് യാത്രയാണ്. അച്ഛൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് അവിടേക്ക് പോകണമെന്ന്. ഇന്നാണ് ഇപ്പോൾ അതിനെ സാധിച്ചത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അതേപോലെ ആഗ്രഹമുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു, മാമൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് തീരുമാനിച്ചു ഇന്ന് എന്തായാലും പോവാന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മുത്തപ്പൻ്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്നും രാവിലെ 11:45 ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന് കയറി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സൊക്കെ കയറി വന്നപ്പോഴേക്കും ഒരു 6 മണി ആവാറായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മളിതാ കാലമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നു. ഇവർ 3 പേരാണെങ്കിലും ഇവർ ഒരുമിച്ച് കാണുമ്പോൾ 10 ആൾക്കാരുടെ ഉഷിരാണ് ഇവർക്ക് ഉണ്ടാവാറ്. അപ്പോൾ ഇവരെ മേച്ചോണ്ട് നടക്കൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു പണിയായിട്ടോ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ലൈനുവിന് കാല് കഴുകാൻ പറഞ്ഞിട്ട് പോയി കഴുകിയിട്ട് വരികയാണ്. മുത്തപ്പനെയൊക്കെ കണ്ട് അവിടെ നിന്ന് തൊഴുത്തിറങ്ങി അവിടെ ചൂട് ചായയും പുഴുക്കും ഒക്കെ കഴിച്ചപ്പോൾ മനസ്സിനും വയറിനും ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ആഷിക്കൊക്കെ അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ചായയും പുഴുക്കും എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ രാത്രി ഫുഡും ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ 2 റൂമൊക്കെ എടുത്ത് അപ്പോഴേക്കും അവിടെ കുത്തിമറയിലൊക്കെ ആയി ആൾക്കാർ. പിറ്റേ ദിവസം 4:30 എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾ പിന്നെയും മുത്തപ്പനെ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട്. അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ ബോട്ടിങ്ങിന് 40 രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക്. അവർ വേണമെങ്കിൽ ഞങ്ങളോട് വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നുള്ള കുടയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ നന്നായി ഡാൻസ് കളിച്ചിട്ടുണ്ട് എന്തായാലും. അത് കഴിഞ്ഞ് ഇതാണ്ടോ ഈ ഒരു വ്യൂ, അത് അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ ഈ ബോട്ടിങ്ങിൽ പോയപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മളിതാ പിന്നെ കളിപ്പാട്ടമൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കേണ്ട വന്ന സ്ഥിതിക്ക്. അപ്പം അങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെ ആഗ്രഹം കേട്ടോ നടന്നത്. ഇവർക്കായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ.